എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മോഹന സുരേഷ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഫസ്റ്റ് മലയാളം കോഴ്സിൻ്റെ തേർഡ് സെമ്മിലെ ഭാഷാശാസ്ത്ര പഠനത്തിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 4th യൂണിറ്റാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. രൂപിമ അർത്ഥവിനിമയം സാധ്യമാക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഏകകമാണ് രൂപിമ. സ്വനങ്ങൾ ചേർന്നുണ്ടാകുന്ന അർത്ഥപ്രധാന ശേഷിയുള്ള ഏറ്റവും ചെറിയ ഭാഷാഘടകം. രൂപിമങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഭാഷാശാസ്ത്ര ശാഖയാണ് രൂപിമ വിജ്ഞാനം. ഭാഷയിലെ അർത്ഥമുള്ള ശബ്ദങ്ങളിൽ ഏറ്റവും ചെറുതാണ് രൂപിമ. സ്വനങ്ങളും സ്വനിമങ്ങളും തമ്മിലുള്ള ബന്ധം പോലെ തന്നെയാണ് രൂപങ്ങളും രൂപിമങ്ങളും തമ്മിലുള്ളത്. ഉദാഹരണത്തിന് മിടുക്കന്മാർ എന്ന പ്രയോഗത്തിൽ മിടുക്ക്, അൻ, മാർ എന്നിങ്ങനെ 3 രൂപിമങ്ങൾ ചേർന്നാണ് മിടുക്കന്മാർ എന്ന പദം ഉണ്ടായിരിക്കുന്നത്. കേരള പാണിനി ശബ്ദം എന്ന പേരിൽ വിവക്ഷിക്കുന്നത് രൂപിമത്തെയാണ്. സാർത്ഥകമായ വർണ്ണ സമൂഹമാണ് ശബ്ദം. രൂപിമം വ്യാകരണ തലത്തിലെ ഏകകമാണെങ്കിൽ സ്വനിമം ശാബ്ദിക തലത്തിലെ ഏകകമാണെന്ന് പറയാം. രൂപിമം അർത്ഥപ്രധാന ശേഷിയുള്ളതാണെങ്കിൽ സ്വനിമം അർത്ഥ വ്യതിയാനത്തിന് കാരണമാകുക മാത്രം ചെയ്യുന്നു. സ്വനിമത്തിന് അർത്ഥപ്രധാന ശേഷിയില്ല. രൂപിമ നിർവചനം. ഭാഷയിലെ അർത്ഥയുക്തമായ ഏറ്റവും ചെറിയ മൂലകമാണ് രൂപിമം എന്ന് KM പ്രഭാകര വാര്യർ വിലയിരുത്തുന്നു. യൂജിൻ A നിഡ പറയുന്നത് സ്വനങ്ങൾ ചേർന്നുണ്ടാകുന്ന അർത്ഥപ്രധാന ശേഷിയുള്ള ഏറ്റവും ചെറിയ ഭാഷാഘടകമാണ് രൂപിമം എന്നതാണ്. അർത്ഥയുക്തമായ പദങ്ങൾ പോലെ പ്രത്യയങ്ങളും രൂപിമങ്ങളാണ്. ഒരർത്ഥം ഉൽപ്പാദിപ്പിക്കുന്ന സ്വനങ്ങളും രൂപിമങ്ങളായി വന്നേക്കാം. ഒരേ അർത്ഥത്തിലുള്ള ഒന്നിലധികം രൂപങ്ങളുണ്ടെങ്കിൽ അവയാണ് ഉപരൂപം. ഇന്റെ, ഉടെ എന്നിവ സംബന്ധിക അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന രൂപങ്ങളാണ്. മലയാളത്തിലെ ഭൂതകാല പ്രത്യയങ്ങളാണ് തു, ഈ എന്നിവ. അതിനാൽ അവ ഒരു രൂപിമത്തിന്റെ ഉപരൂപങ്ങളാണ്. സമാനാർത്ഥമുള്ളതും പൂരകബന്ധമുള്ളതുമായ രൂപങ്ങളാണ് ഉപരൂപങ്ങൾ. രൂപിമങ്ങളെ സ്വതന്ത്രം, ആശ്രിതം എന്നിങ്ങനെ തരംതിരിക്കാം. ഒരു വാക്യത്തിൽ സ്വതന്ത്രമായി ഉപയോഗിക്കാവുന്ന രൂപിമങ്ങളെയാണ് സ്വതന്ത്ര രൂപിമങ്ങൾ എന്നത് കൊണ്ടുദ്ദേശിക്കുന്നത്. ഉദാഹരണം തല, മല, കല, തടി മുതലായവ. എന്നാൽ വിഭക്തി, ലിംഗം, വചനം, കാലം, പ്രകാരം ഇവയെ സൂചിപ്പിക്കുന്ന രൂപിമങ്ങൾ നാമത്തോടോ ക്രിയയോടോ ചേർന്നു മാത്രമേ വരികയുള്ളൂ. അതിനാലാണ് ഇവയെ ആശ്രിത രൂപിമങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം ഇക്ക്, അൻ, കൾ, തു മുതലായവ. ആശ്രിത രൂപിമത്തെയാണ് പ്രത്യയം എന്ന് പറയുന്നത്. പ്രത്യയത്തെ ഏത് രൂപത്തോടാണോ ചേർക്കുന്നത് അതിനെ പ്രകൃതി എന്ന് പറയുന്നു. പ്രകൃതിക്ക് മുന്നിൽ വരുന്ന പ്രത്യയത്തെ പുരപ്രത്യയം എന്നും പിന്നിൽ വരുന്നതിനെ പരപ്രത്യയം എന്നും ധാതുവിനിടയിൽ വരുന്നതിനെ മധ്യപ്രത്യയം എന്നും പറയുന്നു. ചില രൂപിമങ്ങൾക്ക് ഒരൊറ്റ ഉപരൂപം മാത്രമേ കാണൂ. അവിടെ രൂപിമവും ഉപരൂപവും ഒന്നു തന്നെയായിരിക്കും. ഇതിനെയാണ് തനത് രൂപിമം എന്ന് പറയുന്നത്. പരിസര ഭേദമനുസരിച്ച് രൂപവ്യതിയാനം കൈക്കൊള്ളുന്ന രൂപിമങ്ങളെ ബഹുരൂപിമം എന്ന് പറയുന്നു. ആശ്രിത രൂപിമത്തെ ബദ്ധരൂപിമം എന്നും പറയാറുണ്ട്. ഇതിന്റെ ഭാഗമായി ഒരൊറ്റ രൂപിമം മാത്രമുള്ള പദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്വതന്ത്ര രൂപിമവും ഒരു ആശ്രിത രൂപിമവും ചേർന്ന പദം സാധ്യമാകുന്നുണ്ട്. ഉദാഹരണത്തിന് കുട്ടിയുടെ, കുട്ടി പ്ലസ് ഉടെ. കുട്ടി എന്നത് സ്വതന്ത്ര രൂപിമവും ഉടെ എന്നത് ആശ്രിത രൂപിമവുമാണ്. രണ്ടിൽ കുറയാത്ത സ്വതന്ത്ര രൂപിമങ്ങളും ആശ്രിത രൂപിമങ്ങളും ചേർന്ന സംയുക്ത പദങ്ങളും ഭാഷയിലുണ്ട്. ഉദാഹരണം മാതൃഭാഷയിൽ രൂപം. സ്വനങ്ങളുടെ കേവലമായ കൂടിച്ചേരൽ മാത്രമാണ് രൂപം. ഇവയ്ക്ക് അർത്ഥപ്രധാന ശേഷി ഉണ്ടായിരിക്കുകയില്ല. രൂപിമം. സാർത്ഥക ശബ്ദങ്ങളിൽ ഏറ്റവും ചെറുതാണ് രൂപിമം. ഇതിന് രൂപമൂലകം എന്നും പേര് പറയാറുണ്ട്. ഉദാഹരണം പുഴ, കുന്ന്, മല. ഉപരൂപിമം. ഒരു രൂപിമത്തിന്റെ രൂപഭേദങ്ങളായി വരുന്നവയെ ഉപരൂപിമങ്ങൾ എന്ന് പറയാം. ഉദാഹരണം മലകൾ, പുഴകൾ, കുന്നുകൾ. സ്വതന്ത്ര രൂപിമങ്ങൾ.
ചില രൂപിമങ്ങൾ സ്വതന്ത്ര പ്രയോഗാർഹങ്ങളാണ്. ഇവയെ സ്വതന്ത്ര രൂപിമങ്ങൾ എന്ന് പറയാം. ഉദാഹരണം, മിടുക്കൻ എന്നതിലെ മിടുക്ക് സ്വതന്ത്ര രൂപമാണ്. ആശ്രിത രൂപിമങ്ങൾ. ചില രൂപിമങ്ങൾ വേറൊരു രൂപിമത്തെ ആശ്രയിച്ചു മാത്രമേ നിൽക്കുകയുള്ളൂ. അങ്ങനെയുള്ളവയെ ആശ്രിത രൂപിമങ്ങൾ എന്ന് പറയും. മിടുക്കൻ എന്നതിലെ അൻ. രൂപിമ നിർണയം. ഒരേ അർത്ഥവും ഒരേ സ്വനിമ ഘടനയും ഉള്ള രൂപങ്ങൾ ഒരേ രൂപിമത്തിൽ ഉൾപ്പെടുന്നതാണ്. ഉദാഹരണം, സ്ത്രീകൾ, പക്ഷികൾ, കിളികൾ, ചെടികൾ, പൂച്ചകൾ എന്നിവയിലെ കൾ പ്രത്യയത്തിന് എല്ലായിടത്തും ബഹുത്വാർത്ഥവും ഒരേ സ്വനിമ ഘടനയുമാണ്. അതിനാൽ കൾ ബഹുത്വവാചിയായ രൂപിമം ആണെന്ന് പറയാം. ആർത്ഥിക സമാനതയുള്ളതും എന്നാൽ ഒരേ സ്വനിമ ഘടന ഇല്ലാത്തതുമായ ചില രൂപങ്ങളെയും രൂപിമങ്ങളായി പരിഗണിക്കാം. ഉദാഹരണം, കുട്ടികൾ എന്നതിലെ കൾ ബഹുത്വവാചിയാണ്. കുഞ്ഞുങ്ങൾ എന്നതിലെ ഇങ്ങൾ എന്നതും ബഹുത്വവാചിയാണ്. കുഞ്ഞ് അധികം ഉൻ അധികം കൾ ആണ് കുഞ്ഞുങ്ങളാകുന്നത്. ഉൻ, കൾ ഇവ ചേരുമ്പോഴുണ്ടാകുന്ന സവർണനമാണ് ഇങ്ങൾ എന്ന രൂപത്തിനാധാരം. ഇവയ്ക്ക് സമാന സ്വനിമ ഘടനയില്ലെങ്കിൽ കൂടിയും അർത്ഥ സമാനതയുള്ളതിനാൽ രൂപിമങ്ങളായി കണക്കാക്കാം. സമാനാർത്ഥ രൂപങ്ങൾക്ക് സ്വനിമ സാദൃശ്യമില്ലെങ്കിലും പൂരക ബന്ധത്തോടെയാണ് അവ പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ അവയെയും ഒരേ രൂപിമങ്ങളായി പരിഗണിക്കാം. ഉദാഹരണം, കുട്ടികൾ, അമ്മമാർ, അവർ. കുട്ടികൾ, അമ്മമാർ, അവർ എന്നതിൽ കൾ, മാർ, അർ എന്നിവയാണല്ലോ ബഹുത്വ സൂചക രൂപങ്ങൾ. കൾ സാമാന്യമായി നപുംസക ബഹുത്വത്തെയും മാർ പുല്ലിംഗ സ്ത്രീലിംഗ ബഹുത്വങ്ങളെയും, പുരുഷന്മാർ, സുന്ദരിമാർ, ആർ, അർ പുല്ലിംഗവും സ്ത്രീലിംഗവും കലർന്ന ബഹുവചനത്തെയും, മനുഷ്യർ, വൃദ്ധർ സാമാന്യമായി സൂചിപ്പിക്കുന്നു. ഒന്ന് പ്രത്യക്ഷപ്പെടുന്ന സ്ഥാനത്ത് മറ്റൊരെണ്ണം പ്രത്യക്ഷപ്പെടാതിരിക്കലാണ് പൂരകബന്ധം. എന്നാൽ ഒരേ നാമത്തിൽ തന്നെ രണ്ട് പ്രത്യയങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്ന പദവും ഭാഷയിലുണ്ട്. പൊട്ടികൾ, പൊട്ടിമാർ, സുന്ദരികൾ, സുന്ദരിമാർ മുതലായവയാണ് ഉദാഹരണം. ഒരേ സ്വനിമ ഘടനയും വ്യത്യസ്ത അർത്ഥവുമാണുള്ളതെങ്കിൽ അവ വ്യത്യസ്ത രൂപിമങ്ങളാണ്. ഉദാഹരണം, പിടയ്ക്കുന്ന ചാള എന്നതിലെ ചാള ഒരു മത്സ്യമാണ്. അടിയന്റെ ചാള എന്നതിലെ ചാള ഒരു വീടാണ്. പ്രത്യയങ്ങളിലും ഈ അർത്ഥഭേദം സംഭവിക്കാവുന്നതാണ്. കുടിലിൽ എന്നതിലെ ഇൽ എന്ന ആധാരിക പ്രത്യയത്തിന് അധികരണാർത്ഥമാണ് ഉള്ളത്. ചുരുക്കത്തിൽ എന്നതിലെ ഇൽ ക്രിയാവിശേഷണ വാചിയാണ്. അങ്ങനെ നോക്കുമ്പോൾ സമാന സ്വനിമ ഘടനയും വ്യത്യസ്ത അർത്ഥഘടനയുമുള്ള ഇൽ, ചാള എന്നിവ വ്യത്യസ്ത രൂപങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രൂപവിജ്ഞാനീയം. സ്വനങ്ങൾ ചേർന്നുണ്ടാകുന്ന അർത്ഥപ്രധാന ശേഷിയുള്ള ഏറ്റവും ചെറിയ ഭാഷാ ഘടകമാണ് രൂപിമം. രൂപിമങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഭാഷാശാസ്ത്ര ശാഖയാണ് രൂപവിജ്ഞാനം. കാട്ടിൽ എന്ന പദത്തിൽ അർത്ഥപ്രധാന ശേഷിയുള്ള രണ്ട് ഘടകങ്ങൾ, അതായത് രണ്ട് രൂപിമങ്ങൾ ഉണ്ട്. കാട് എന്ന നാമവും അധികരണ അർത്ഥ ദ്യോതകമായ ഇൽ എന്ന പ്രത്യയവും. രൂപിമ നിർണയത്തിൽ ആദ്യം വേണ്ടത് സംയോജന ഫലമായി പദരൂപത്തിലുള്ളവയിൽ നിന്ന് അവയിൽ അടങ്ങിയിട്ടുള്ള ചെറിയ രൂപമാത്രകളെ വേർതിരിക്കലാണ്. വിഭക്തികളെയും മറ്റും ഈ രീതിയിൽ വേർതിരിച്ച് കാണിക്കേണ്ടതുണ്ട്. സംബന്ധികാ വിഭക്തിയായ ഇന്റെ, ഉടെ മുതലായവയെ ഒരേ രൂപിമത്തിന്റെ ഉപരൂപങ്ങളായി കാണുന്നു. സാമാന്യമായി രൂപിമങ്ങളെ സ്വതന്ത്രമെന്നും ആശ്രിതമെന്നും തരംതിരിക്കാം. അമ്മ എന്നത് സ്വതന്ത്ര രൂപിമവും ഉടെ എന്നത് ആശ്രിത രൂപിമവുമാണ്. അങ്ങനെ അമ്മയുടെ എന്ന വാക്ക് ഉണ്ടാകുന്നു. ആശ്രിത രൂപിമത്തെയാണ് പ്രത്യയം എന്ന് പറയുന്നത്. പ്രത്യയത്തെ ഏത് രൂപത്തോടാണോ ചേർക്കുന്നത് അതിനെ പ്രകൃതി എന്ന് പറയുന്നു. പ്രകൃതിക്ക് മുന്നിൽ വരുന്ന പ്രത്യയത്തെ പുരപ്രത്യയം എന്നും പിന്നിൽ വരുന്നതിനെ പരപ്രത്യയം എന്നും ധാതുവിനിടയിൽ വരുന്നതിനെ മധ്യപ്രത്യയം എന്നും പറയുന്നു. അർത്ഥപ്രധാന ശേഷിയുള്ള ഏറ്റവും ചെറിയ ഭാഷാഘടകത്തെ നാം രൂപിമം എന്ന് പറയുന്നു. അർത്ഥവിനിമയം സാധ്യമാക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഏകകമാണ് രൂപിമം. AR രാജരാജവർമ്മ ശബ്ദം എന്ന് പറയുന്നത് AR ശബ്ദം
എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രൂപിമത്തെയാണ്. സാർത്ഥകമായ വർണ്ണ സമൂഹമാണ് ശബ്ദം. സമാനാർത്ഥമുള്ളതും പൂരകബന്ധമുള്ളതുമായ രൂപങ്ങളാണ് ഉപരൂപങ്ങൾ. ഒരൊറ്റ ഉപരൂപം മാത്രമുള്ള രൂപിമങ്ങളെ തനത് രൂപിമങ്ങൾ എന്ന് പറയാം. പരിസരഭേദമനുസരിച്ച് രൂപവ്യതിയാനം ഉണ്ടാകുന്ന രൂപിമങ്ങളെ ബഹുരൂപിമം എന്ന് പറയാം. രൂപിമങ്ങൾ 2 വിധമുണ്ട്: സ്വതന്ത്രവും ആശ്രിതവും. സ്വയം ഒരു പദമായി നിൽക്കാൻ കഴിയുന്ന രൂപിമമാണ് സ്വതന്ത്ര രൂപിമം. അർത്ഥയുക്തമായ ഏറ്റവും ചെറിയ ഭാഷാ ഘടകങ്ങളെ പറ്റിയുള്ള പഠനമാണ് രൂപവിജ്ഞാനീയം. പദങ്ങളെയും അവയുടെ സാർത്ഥക ഘടകങ്ങളെയും കുറിച്ചുള്ള പഠനം. ശൂന്യരൂപിമങ്ങൾ, നിരർത്ഥക രൂപങ്ങൾ തുടങ്ങിയ പരികൽപ്പനകളും രൂപിമ പഠനത്തിൻ്റെ ഭാഗമായി വരുന്നവയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.